ഈ TMT ബാർസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് ബാർസ് ആയതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ ആയാലും അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ആയാലും പാർപ്പിടത്തിനായാലും അല്ലെങ്കിൽ ഇതിൻ്റെ കൊമേഴ്ഷ്യൽ വർക്കിനായാലും നമുക്ക് 100% യൂസ് ചെയ്യാൻ പറ്റിയ ആപ്റ്റായിട്ടുള്ള ഒരു സ്റ്റീൽ തന്നെയാണ്. ഒന്നാമത് അതിൻ്റെ ഒരു ഈൽഡ് സ്ട്രെങ്ത്ത്, പിന്നെ അതിൻ്റെ ഒരു ഡയമെൻഷൻ, അതിൻ്റെ ഡ്യൂറബിലിറ്റി, അതിൻ്റെ സ്ട്രെങ്ത്ത് ഒക്കെയാണ് അതിന് ഒരു കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടുന്നത്. ഇപ്പം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ FE 415 ഇപ്പോൾ FE 550D ഒക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ പുൽക്കിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് 550D വരെയുള്ള അവൈലബിലിറ്റി, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈൽഡ് സ്ട്രെങ്ത്ത് കിട്ടുന്ന 550D നമുക്കിന്ന് അവൈലബിൾ ആണ്. മാത്രമല്ല അതിൻ്റെ ഒരു സ്ട്രെങ്ത്ത്, അതിൻ്റെ എർത്ത് കോയ്ക്ക് റെസിസ്റ്റൻസ്, കൊറോഷൻ റെസിസ്റ്റൻസ്, അങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റികൾ നമുക്ക് TMT ബാർ നമ്മൾ എല്ലാ കൺസ്ട്രക്ഷനിലേക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. കൂടാതെ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ, കറക്റ്റായിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഇത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ പേര് ജംഷാദ്, കണ്ണൂർ ജില്ലയിലുള്ള തളിപ്പറമ്പിലാണ്. ഈൽ ഓഫ് ബിൽഡ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനം ഞങ്ങൾ 7 വർഷമായി നടത്തി വരുന്നു. കറൻ്റ്ലി 6-7 പ്രോജക്ട്സ് റണ്ണിങ് ആണ്. അത് സ്ട്രക്ചർ ലെവലിലുള്ളതുണ്ട്, കൊമേഴ്ഷ്യൽ ഉണ്ട്, റെസിഡൻഷ്യൽ ഉണ്ട്. അതിൽ തന്നെ മാക്സിമം നമ്മൾ പുൽക്കിറ്റാണ് യൂസ് ചെയ്യുന്നത്. പുൽക്കിറ്റിൻ്റെ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ പുൽക്കിറ്റാണ് പരമാവധി യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ ക്ലയൻറ്റ് വെരി സാറ്റിസ്ഫൈഡ് ആണ്. കമ്പയർ ടു നമ്മൾ അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോൾ ക്ലയൻറ്റ് അതിൽ ആ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്യാൻ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പുൽക്കിറ്റ് ഞങ്ങൾ നിയർലി മന്ത്ലി തന്നെ ആവറേജ് ഞങ്ങൾ 5 to 15 ടൺ ആസ് എ മിഡ് ലെവൽ കോൺട്രാക്റ്റിംഗ് ഫേം എന്നുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലയൻറ്റും എല്ലാം സാറ്റിസ്ഫൈഡ് ആണ് നമ്മളെ ഈ പുൽക്കിറ്റ് ബാർസുമായിട്ട്. പുൽക്കിറ്റ് TMT ബാർസ്, എവർലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ്.